അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിലെ കർമ്മശാസ്ത്ര മദ്ഹബുകളിലെ ആദ്യത്തേതിന്റെ സ്ഥാപകനായിരുന്നു മഹാനായ ഇമാം അബൂ ഹനീഫ. അബ്ബാസിയ ഖലീഫയായ അൽ മൻസൂർ അദ്ദേഹത്തെ രാജ്യത്തിന്റെ മുഖ്യ ഖാദിയായി നിയമിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇമാം അബൂ ഹനീഫ പറഞ്ഞു, ഞാൻ ഈ സ്ഥാനത്തിന് യോഗ്യനല്ല. ഖലീഫ പറഞ്ഞു, നീ കള്ളം പറയുന്നു. അപ്പോൾ ഇമാം മറുപടി നൽകി, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ കള്ളം പറയുന്നവനാണെങ്കിൽ കള്ളം പറയുന്ന ഒരാളെ ഖാദിയായി നിയമിക്കാനാകില്ല. ഞാൻ സത്യം പറയുന്നവനാണെങ്കിൽ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞതും സത്യമാണ്. ഈ ധീരമായ മറുപടിക്ക് ശേഷം അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ജയിലിൽ പോലും അദ്ദേഹം അറിവ് പഠിപ്പിക്കുകയും ഇബാദത്ത് തുടരുകയും ചെയ്തു. അവസാനം അദ്ദേഹം ജയിലിൽ തന്നെ ഷഹീദായി. അധികാരത്തിനു വേണ്ടി അടിപിടി കൂടുന്ന ഈ കാലത്ത് മഹാനായ ഇമാം അബൂ ഹനീഫ ഒരു മികച്ച മാതൃകയാണ്. അറിവും ഈമാനുമുള്ളവർ പരീക്ഷണങ്ങളിലൂടെ മുന്നേറും. അല്ലാഹു തആല നമ്മെയും അദ്ദേഹത്തിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.